find the vertex, focus, and directrix of the parabola x square plus 2xy plus y square plus 4 or root 2x minus 4 root 2y equal to 0. ഈ തന്നിരിക്കുന്നത് ഒരു പാരബോളയാണെന്ന് അവർ സമ്മതിച്ചിരിക്കുകയാണ്, ഒരു പാരബോളയാണ്. പക്ഷെ ഇതിന്റെ വേർട്ടെക്സും ഫോക്കസും ഡയറക്ട്രിക്സും കണ്ടുപിടിക്കും. നമുക്ക് എന്തായാലും ഇയാളുടെ സ്റ്റാൻഡേർഡ് ഫോം അറിഞ്ഞാൽ മാത്രമേ അയാളുടെ വേർട്ടെക്സും ഫോക്കസും ഡയറക്ട്രിക്സും അതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാൻഡേർഡ് ഫോമിലല്ല, റൊട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്, ക്രോസ് പ്രോഡക്റ്റ് അവിടെ ഉണ്ട്. അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് മാറ്റണം. അപ്പൊ അങ്ങോട്ടേക്ക് മാറ്റേണ്ടതാണ് ആദ്യത്തെ ജോലി. ഫസ്റ്റ് ഓഫ് ഓൾ, എ ഈക്വൽ ടു 1, പി ഈക്വൽ ടു 2, സി ഈക്വൽ ടു 1. Therefore, cot 2 theta equal to a minus c, 1 minus 1 by 2. That is 0. Cot 2 theta എന്ന് പറയുന്നത് 0. കോട്ട് 0 ആകുന്നത് 90 ഡിഗ്രിയിലാണ്. 90 ഡിഗ്രിയിലാണ് കോട്ട് 0 ആകുന്നത്. Therefore, 2 theta equal to 90 degree. Therefore, theta equal to 45 degree. Cot 0 ആകുന്ന 90 ഡിഗ്രിയിലാണ്. Therefore, theta equal to 45 degree. 2 theta equal to 90 degree. Theta equal to 45 degree. 45 ഡിഗ്രി റൊട്ടേഷൻ സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ x is equal to x dash cos theta minus y dash sin theta and y is equal to x dash sin theta plus y dash cos theta. Cos 45 sin 45 root 2 ആണ്, root 2. Therefore, this will be cos theta sin theta, cos 45 sin 45 1 by root 2 ആണ്, 1 by root 2. Therefore, this will be x dash minus y dash by root 2. And this will be x dash plus y dash by root 2. Cos 45 sin 45 1 by root 2 ആണ്. അതുകൊണ്ട് x dash by root 2 minus y dash by root 2. അത് x dash minus y dash by root 2. ഇവിടെ x dash by root 2 plus y dash by root 2, x dash plus y dash by root 2. ഇവരെ രണ്ടുപേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇവരെ രണ്ടുപേരെ ഒറിജിനൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ, അപ്പോ എക്സ് ഡാഷ് മൈനസ് വൈ ഡാഷ് ബൈ റൂട്ട് 2 ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ, എക്സ് ഡാഷ് മൈനസ് വൈ ഡാഷ് ബൈ റൂട്ട് 2 into x dash plus y dash by root 2. ഇനി അടുത്ത y square x dash plus y dash by root 2 the whole square plus 4 root 2 into x dash minus y dash by root minus 4 root 2 into x dash plus y dash by root 2 equal to 0. x dash minus y dash the whole square, ഇവിടെ 1 by root 2 സ്ക്വയർ ഉണ്ട്, ഇവിടെ root 2 by root 2 2 ഉണ്ട്, ഇവിടെ root 2 സ്ക്വയർ, പിന്നെ ഇവിടെ root 2 ക്യാൻസൽ ആയി പോകും, ഇവിടെ root 2 ക്യാൻസൽ ആയി. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യും. ഇവിടെ 1/2 into a minus b the whole square x dash square minus 2 x dash y dash plus y dash square
ഇനി ഇവിടെ √2 ഇൻറ്റു √2 2 ആണ്. അത് ഇവിടെ ഉള്ള 2 ആയിട്ട് വെട്ടിപ്പോവും. a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എക്സ് ഡാഷ് സ്ക്വയർ മൈനസ് വൈ ഡാഷ് സ്ക്വയർ. ഇവിടെ √2 സ്ക്വയർ ഉണ്ട്, അപ്പൊ 1/2 ആവും. ബാക്കി എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് 2x dash y dash 2x dash y dash plus y dash square plus √2 വെട്ടിപ്പോവും. ബാക്കി 4x dash minus 4y dash. ഇവിടെ √2 വെട്ടിപ്പോവും. -4x dash minus 4y dash equal to 0. Next one. എക്സ് ഡാഷ് സ്ക്വയറിന്റെ ആൾക്കാരെ നമ്മൾ ഒരുമിച്ചെടുക്കുകയാണ്. എക്സ് ഡാഷ് സ്ക്വയറിന്റെ ആൾക്കാരെ കോഎഫിഷ്യൻസിനെ ഒരുമിച്ചെടുക്കും. ഇവിടെ അതിന്റെ കോഎഫിഷ്യന്റ് 1/2 ആണ്. ഇവിടെ അതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇതിന്റെ അവിടുത്തെ കോഎഫിഷ്യന്റ് 1/2 ആണ്. പ്ലസ് അടുത്ത എക്സ് ഡാഷ് വൈ ഡാഷിന്റെ കോഎഫിഷ്യൻസ് ഇവിടെ 1/2 ഇൻറ്റു -2 1/2 ഇൻറ്റു -2 -1. ഇവിടെ ഇല്ല. ഇവിടെ 1/2 ഇൻറ്റു 2 1/2 ഇൻറ്റു 2 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1/2 ഇൻറ്റു 1 1/2. അടുത്ത ഇവിടെ -1. ഇവിടെ 1/2 ഇൻറ്റു ഇവിടെ 1/2 ഇൻറ്റു 1 1/2 ഇൻറ്റു 1 1/2. പിന്നെ 4x dash minus 4x dash ക്യാൻസൽ ആയി പോകും. -4y dash -8y dash equal to 0. ഇവിടെ 1/2 പ്ലസ് 1 പ്ലസ് 1/2 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോ ഇവിടെ 2x dash സ്ക്വയർ. ഇപ്പുറത്തെ -1 പ്ലസ് 1 0 ആണ്, ക്യാൻസൽ ആയി പോകും. ഇവിടെ 1/2 പ്ലസ് 1/2 1 ആണ്. 1 - 1 0. ഇതും ക്യാൻസൽ ആയി പോകും. ബാക്കി -8y dash equal to 0. -8y dash is equal to 0. നമ്മൾ 2നെ ക്യാൻസൽ ചെയ്ത് കളയുന്നു. അപ്പൊ എക്സ് ഡാഷ് സ്ക്വയർഡ് ഈക്വൽ ടു 4y dash എന്നാവും. എക്സ് ഡാഷ് സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 4y dash എന്നാവും. ഡൺ. നമ്മൾ ഇയാളെ 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. എക്സ് ഡാഷ് സ്ക്വയർഡ് ഈക്വൽ ടു 4y dash. നമുക്ക് ഇവിടെ നിന്ന് പി വാല്യൂ കിട്ടി. പി വാല്യൂ 1 ആണ്. ഇയാളുടെ റഫ് ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ എക്സ് ഡാഷ് വൈ ഡാഷ് കോർഡിനേറ്റിലെ എക്സ് ഡാഷ് വൈ ഡാഷ് 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത കോർഡിനേറ്റിൽ വരയ്ക്കുകയാണെങ്കിൽ എക്സ് ഡാഷ് സ്ക്വയർ ഈക്വൽ ടു 4y dash ആണ്. എക്സ് ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4y dash. അപ്പോ അയാളുടെ റഫ് ഫിഗർ വൈ ഡാഷ് സ്ക്വയറിലേക്ക് ഇങ്ങനെ വാവൊളിച്ചിരിക്കുന്ന ഈ ഒരാളാണ്. ഡൺ. വെർട്ടെക്സ് 0 വെർട്ടെക്സ് 0. ഫോക്കസ് ഇയാളുടെ കോൺകേവ് സൈഡിലേക്ക് പി ഡിസ്റ്റൻസ് പോകണം. പി 1 ആണ്. അപ്പോ 0,1. ഇയാളുടെ കോൺവെക്സ് സൈഡിലുള്ള ഈ ലൈനിനെയാണ് നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. y ഈക്വൽ ടു -1. വെർട്ടെക്സ്, ഫോക്കസ്, ഡയറക്ട്രിക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കണ്ടുപിടിച്ചു. പക്ഷേ നിങ്ങൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് എന്തിലാണ്? നമ്മുടെ എക്സ് ഡാഷ് വൈ ഡാഷ് കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്. നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. പക്ഷെ ഇയാളെ എനിക്ക് വേണ്ടത് എക്സ് വൈ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്. നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ തന്നെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് മൈനസ് വൈ ഡാഷ് ബൈ √2. y ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് പ്ലസ് വൈ ഡാഷ് ബൈ √2 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അപ്പൊ 0 0 ഇവിടെ എടുത്ത് കൊടുക്കുമ്പോ വെർട്ടെക്സ്
0 0 എടുത്ത് കൊടുക്കുമ്പോൾ ഇവിടെ കിട്ടുന്നത് 0 മൈനസ് 0. ഇത് x ഡാഷ് y ഡാഷ് ആണ്, x ഡാഷ് y ഡാഷ് ആണ്. എക്സ് വൈയിലേക്ക് മാറ്റുമ്പോ 0 മൈനസ് 0 ബൈ റൂട്ട് 2 0. 0 പ്ലസ് 0 ബൈ റൂട്ട് 2 0. എക്സ് വൈ കോർഡിനേറ്റിലും അത് 0 0 തന്നെ. ഇനി ഫോക്കസ് നമ്മുടെ കയ്യില് 0,1 ആണ്. 0,1 ഇവിടെ 0 മൈനസ് 1 ബൈ റൂട്ട് 2 മൈനസ് 1 ബൈ റൂട്ട് 2 മൈനസ് 1 ബൈ റൂട്ട് 2 0 പ്ലസ് 1 ബൈ റൂട്ട് 2 1 ബൈ റൂട്ട് 2. ഇതാണ് നമ്മുടെ ഫോക്കസ്. ഒറിജിനൽ ഫോക്കസ്. ഈ ഇരിക്കുന്ന ഫോക്കസ് 45 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്ന ഫോക്കസ് ആണ്. 45 ഡിഗ്രി ചരിഞ്ഞ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ഫോക്കസ് ആണ് ഇയാൾ. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. XY കോർഡിനേറ്റിലേക്ക് വരുമ്പോ അത് ഇതാണ്. ഇനി അടുത്ത ഡയറക്ട്രിക്സ് ആണ്. ഡയറക്ട്രിക്സ് നിങ്ങൾക്ക് അറിയാം എന്താണ് ഇവിടെ നമ്മുടെ സോറി, ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് എനിക്ക് തെറ്റിപ്പോയതാണ്. y ഈക്വൽ ടു -1 അല്ല, y ഡാഷ് ഈക്വൽ ടു -1 ആണ്. കാരണം വേറെ ഒന്നുമല്ല, x ഡാഷ് y ഡാഷ് കോർഡിനേറ്റ് സിസ്റ്റത്തിലാണല്ലോ. എക്സ് ഡാഷ് വൈ ഡാഷ് കോർഡിനേറ്റ് സിസ്റ്റത്തിലാണല്ലോ. അപ്പൊ ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് -1 ആണ്. -1. ഓക്കെ, ശരി. അപ്പൊ ഇനി നമ്മുടെ ഇതിലേക്ക് ഇവിടെ നോക്കൂ. ഇവിടെ നമ്മുടെ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് കോസ് തീറ്റ പ്ലസ് വൈ സൈൻ തീറ്റ ആൻഡ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റ എന്നൊരു ഫോർമുലയാണ്. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നേരത്തെ ഉപയോഗിച്ചത് എക്സിനെ എക്സ് ഡാഷിലും വൈ ഡാഷിലും എഴുതാനുള്ളത്. ഇവിടെ എക്സ് ഡാഷിനെയും വൈ ഡാഷിനെയും എക്സിലും വൈയിലും എഴുതാനുള്ളത്. അതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഇൻറ്റു സൈൻ തീറ്റ 1 ബൈ റൂട്ട് 2 പ്ലസ് വൈ ഇൻറ്റു കോസ് 45 1 ബൈ റൂട്ട്. Therefore, this is equal to y minus x by root 2. y minus x by root 2. y ഡാഷിന്റെ ഈ വാല്യൂവിനെ എടുത്ത് ഞാൻ ഇവിടെ കൊടുക്കും. y ഡാഷിന്റെ ഈ വാല്യൂവിനെ എടുത്ത് ഞാൻ ഇവിടെ കൊടുക്കും. അപ്പോ y മൈനസ് എക്സ് ബൈ റൂട്ട് 2 ഈക്വൽ ടു -1. That is y minus x is equal to minus root. y minus x is equal to minus root. That is y is equal to x minus root. y is equal to x minus root. ഇതാണ് ഡയറക്ട്രിക്സ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ തെറ്റിക്കാനായിട്ടുള്ളതാണ് കൺക്ലൂഷൻ. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കൺക്ലൂഷൻ. ഈ കൺക്ലൂഷൻ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇതുവരെ ചെയ്ത അധ്വാനമൊക്കെ വെറുതെ ആയിരിക്കും. നിങ്ങൾക്ക് സുഖമായി വെർട്ടെക്സും ഫോക്കസും ഡയറക്ട്രിക്സും കിട്ടി. പക്ഷെ അത് കിട്ടിയിരിക്കുന്നത് എക്സ് ഡാഷ് വൈ ഡാഷ് കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്, എക്സ് വൈയിലല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം എക്സ് വൈയിലാണ്, എക്സ് വൈയിലേക്ക് തിരിച്ച് മാറ്റേണ്ടി വരും. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട ഫോർമുലകളെല്ലാം അറിയാം, അത് ഉപയോഗിക്കണം. എക്സ് ഇസ് ഈക്വൽ ടു ഫോർമുല, വൈ ഇസ് ഈക്വൽ ടു ഫോർമുല ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആ ഫോർമുല ഉപയോഗിച്ച് വെർട്ടെക്സിനെയും ഫോക്കസിനെയും മാറ്റി. വെർട്ടെക്സിന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഫോക്കസ് എങ്ങോട്ടേക്ക് മാറിയെന്ന് നോക്കുക. ഇനി അതേസമയം നിങ്ങളുടെ ഡയറക്ട്രിക്സ് മാറ്റാനായിട്ട് ഞാൻ മറ്റേ ഫോർമുലയാണ് ഉപയോഗിച്ചത്. എക്സ് ഡാഷിന്റെയും വൈ ഡാഷിന്റെയും എക്സ് വൈയിലുള്ള ഫോർമാറ്റ് എടുത്തിട്ട് അതെടുത്ത് ഞാൻ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷനിലേക്ക് കൊടുത്തു. ഡയറക്ട്രിക്സിന്റെ ഇക്വേഷനിൽ എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ നോക്കുക. y ഈക്വൽ ടു -1 എന്നാണ് എഴുതിയത്. പക്ഷെ അങ്ങനെ എനിക്ക് എഴുതാൻ കഴിയില്ല, കാരണം ഞാൻ എക്സ് ഡാഷ് വൈ ഡാഷ് കോർഡിനേറ്റിലാണ് ഇപ്പൊ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ y ഡാഷ് ഈക്വൽ ടു -1 ആണ്. അപ്പോ ഞാനവിടെ y ഡാഷിന്റെ വാല്യൂ ആ ഫോമിലെ കണ്ടുപിടിച്ചിട്ട് അയാളെ എടുത്ത് ആ ഇക്വേഷനിൽ കൊടുത്തു. അപ്പോഴേക്കും എനിക്ക് ഡയറക്ട്രിക്സ് കിട്ടി കഴിയും. അപ്പൊ നിങ്ങളുടെ വെർട്ടെക്സ് ഒറിജിനലി വെർട്ടെക്സ് 0 0 ആണ്. ഫോക്കസ് -1 ബൈ റൂട്ട് 2 1 ബൈ റൂട്ട് 2 ആണ്. നിങ്ങളുടെ ഡയറക്ട്രിക്സ് y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് റൂട്ട് 2. സംശയമുണ്ടോ? ഇല്ല സർ. ഓ ശരി.
ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇതും പാരബോള തന്നെയാണ്. നമുക്ക് ഇയാളുടെ ഫോക്കസും വെർട്ടെക്സും ഡയറക്ട്രിക്സും ഒക്കെ കണ്ടുപിടിക്കണം. എക്സ് സ്ക്വയർ മൈനസ് 2√3 xy പ്ലസ് 3y സ്ക്വയർ മൈനസ് 8√3x മൈനസ് 8y ഈക്വൽ ടു 0. ഡൺ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. a ഈക്വൽ ടു 1, b ഈക്വൽ ടു മൈനസ് 2√3, c ഈക്വൽ ടു 3. cot 2 theta ഈക്വൽ ടു 1 minus 3 by minus 2√3. Therefore, this is equal to minus 2 by minus 2√3. Therefore, 1 by √3. cot എപ്പോഴാണ് 1 by √3 ആവുന്നത്? cot എപ്പോഴാണ് 1 by √3 ആവുന്നത്? Yes, theta equal to 60. Theta equal to 2 theta equal to 60 degree. 60 ഡിഗ്രിയിലാണ് 1 by √3 ആവുന്നത്. അപ്പോ 2 theta equal to 60 degree, theta equal to 30 degree. Theta equal to 30 degree. ഇവിടെ നമുക്ക് സൗകര്യമുണ്ട്. പഴയ പോലെ ഇല്ലാത്ത വാല്യൂ വന്നില്ല കഴിഞ്ഞ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ. പിന്നെ ആ ആളെ കണ്ടുപിടിക്കാനായിട്ട് ഒരു 5 സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യേണ്ടിയിരുന്നു. അതൊന്നും ഇവിടെ ചെയ്യണ്ട. തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ പിന്നെ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡാഷ് കോസ് തീറ്റ മൈനസ് വൈ ഡാഷ് സൈൻ തീറ്റ. That is equal to x dash cos 30 degree minus y dash sin 30 degree. Cos 30 degree √3/2 ആണ്. അപ്പോ √3x dash by 2. y dash into sin 30 1/2 ആണ്. y dash into 1/2. The whole divided by √3x dash minus y dash by 2. ഇനി y is equal to x dash sin theta plus y dash cos theta. Sin 30 degree 1/2 ആണ്. അപ്പൊ x dash into 1 minus plus y dash into √3. y dash into √3 the whole divided by 2. ഇതാണ് നമ്മുടെ y വാല്യൂ. ഇതാണ് നമ്മുടെ y വാല്യൂ. ഇവരെ രണ്ടുപേരെ എടുത്ത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Therefore, x squared for √3x dash minus y dash by 2 the whole squared minus 2√3 into x into y, or √3x dash minus y dash by 2 into y, x dash plus y dash √3 by 2 plus 3 into y dash squared, y squared. Therefore, x dash plus or √3 y dash by 2 the whole squared minus 8 √3 into x or √3 x dash minus y dash by 2 minus 8y ആണ്. minus 8y x dash plus y dash √3 by equal to 0. ഇനി ഇവിടെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. 1/2 ഉണ്ട്, അത് 1/4 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ 1/4 ആണ്. അതങ്ങനെ ഇരിക്കട്ടെ. √3 into x dash square 3x dash square minus 2 into √3x dash into y dash.
2√3 x dash y dash 2√3 x dash y dash plus y dash squared plus y dash squared. ഇനി ഇവിടെ 2 ഇവിടെ 2 into 2 4 വരും. അപ്പൊ 2√3/4 √3/2 √3/2 അതവിടെ ഇരിക്കട്ടെ. ഇനി എക്സ്പാൻഡ് ചെയ്യണം. √3 x dash into x dash or √3 x dash squared. ഇനി മൈനസ് y dash into plus y dash √3 minus √3 into y dash squared. ഇനി √3 x dash into x dash √3 x dash √3 x dash into y dash √3 3 x dash y dash minus y dash x dash 3 x dash y dash minus x dash y dash 2 x dash y dash 2 x dash y dash √3 x dash into √3 y dash 3 x dash y dash minus x dash y dash 2 x dash y dash കഴിഞ്ഞു. പ്ലസ് ഇവിടെ 2 സ്ക്വയർ ആണ്. അപ്പൊ 3/4 into x dash squared plus 2√3 into x dash y dash √3 y dash square 3 y dash square. ഇനി 2 ഇവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്ത് പോകുമ്പോ -4√3 into √3 x dash minus y dash. ഇനി ഇവിടെ 2 ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകുമ്പോ 8 ആവും. -8 x dash plus y dash ഈ -8/2 ചെയ്യണേ. അപ്പൊ 4 ആവും. 4 അപ്പൊ അത് 4 ആവും. 4x dash y dash √3 equal to 6. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഇനി നിങ്ങൾക്ക് അറിയാം ടേം ബൈ ടേം വൈസ് എന്താണ് നമ്മുടെ കോൺസ്റ്റന്റിനെ കോമൺ എടുക്കണം. അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. അപ്പൊ ഞാൻ അവിടെ എക്സ് ഡാഷ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻസിന്റെ കോമൺ എടുക്കുകയാണ്. എക്സ് ഡാഷ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻസിനെ കോമൺ എടുക്കുക. ആദ്യത്തെ ടേമില് 1/4 into 3 3/4. രണ്ടാമത്തേല് -√3/2 into √3 -3/2. മൂന്നാമത്തെ ടേമില് 3/4. ഇനി പ്ലസ് എക്സ് ഡാഷ് വൈ ഡാഷിന്റെ കോഎഫിഷ്യൻസിന്റെ കോമൺ എടുക്കുകയാണ്. എക്സ് ഡാഷ് വൈ ഡാഷിന്റെ അവിടെ 1/4 into -2√3 1/4 into -2√3 -2√3/4. രണ്ടാമത്തെ ടേമില് -2√3/2 into 2 -√3. മൂന്നാമത്തെ ടേമില് 3/4 into 2√3 3/4 into 2√3 that is plus 3√3/2 plus 3√3/2. ഇവിടെ വേണം ക്യാൻസൽ ചെയ്തിട്ട് √3/2 എന്ന് എഴുതാം. ഞാൻ അത് ചെയ്യാണ്. √3/2 എന്ന് എഴുതാം. കഴിഞ്ഞു. ഇനി y ഡാഷ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ് 1/4 into y dash square ആദ്യത്തെ ടേം. രണ്ടാമത്തെ ടേം -2√3/2 into √3. Therefore that is plus 3/2. ഇനി ഏറ്റവും അവസാനം 3/4 into 3 that is 9/4. 3/4 into 3 9/4. കഴിഞ്ഞു. ഇനി എക്സ് ഡാഷിന്റെ ആൾക്കാരാണ്. -4√3 into √3 4 into 3 12 -12 -4 into x -4 x dash. ഇനി അടുത്ത
വൈ ഡാഷിന്റെ ആൾക്കാരാണ് -4√3 ഇൻറ്റു -1 4√3. ഇനി -4 ഇൻറ്റു വൈ ഡാഷ് -4 ഇൻറ്റു √3 -4√3 ഇൻറ്റു വൈ ഡാഷ് ഈക്വൽ ടു 0. അപ്പൊ ഇത് നോക്കാം. 3/4 -3/2 + 3/2 0. ഇതും 0 ആവും. -3/2 -√3/2 -3√3/2 + 3√3/2 ക്യാൻസൽ ആയി പോകും. ബാക്കി ഇയാളാണ് 1/4 + 3/2 + 9/4. ഇത് വിൽ ബി 10/4 5/2. 5/2 എന്ന് പറയുമ്പോൾ 5 + 3 8 8/2 4. That is 4y dash squared. 4y dash squared. ഇവിടെ ചെയ്യുമ്പോൾ -16x dash -16x dash ഇത് 0 ആവും, ഈക്വൽ ടു 0. 4 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കളയാം. y dash squared is equal to 4x dash. y dash squared is equal to 4x dash. ഇതാണ് നമ്മുടെ പാരബോളയുടെ x dash y ഡാഷിലെ ഇക്വേഷൻ. റഫ് ഫിഗർ വരയ്ക്കുക. റഫ് ഫിഗർ വരയ്ക്കുന്നു. ഇയാള് y ഡാഷ് സ്ക്വയർ ആണ്. y ഡാഷ് സ്ക്വയർ ഈക്വൽ ടു 4x ഡാഷ്. അപ്പൊ ഇതാണ് ഇയാളുടെ ഫോം. p ഈക്വൽ ടു 1. p ഈക്വൽ ടു 1. 4px ഡാഷ് ആണ്. p ഈക്വൽ ടു 1. x ഡാഷ് y ഡാഷിലുള്ള ഇയാളുടെ വെർട്ടെക്സ് 0 0. കോൺകേവ് സൈഡിലേക്ക് p ഡിസ്റ്റൻസ് പോണം ഫോക്കസിന് വേണ്ടിയിട്ട്. അത് 1,0. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോണം. എന്തിനു വേണ്ടിയിട്ട്? ഡയറക്ട്രിക്സിന് വേണ്ടിയിട്ട്. ഡയറക്ട്രിക്സ് അത് ഇങ്ങനെ ഇരിക്കും. എക്സ് വാല്യൂ ആണ്. അതായത് എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു -1. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു -1. ചേഞ്ച് ചെയ്യണം. ഇനി നമ്മൾ ഇയാളെ ചേഞ്ച് ചെയ്യണം. എന്താണ്? XY കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്യണം. നമുക്കറിയാവുന്ന കാര്യമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഈ എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ ഉണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു √3x dash -1 √3x dash -y dash by 2. y is equal to x dash plus √3y dash by 2. ഇത് കൊടുക്കുമ്പോ നമ്മുടെ വേർട്ടെക്സ് കൊടുക്കുമ്പോ √3 into 0 -0 0/2 0. 0 plus √3 into 0 0/2 0. വെർട്ടെക്സ് റെഡി. വെർട്ടെക്സിന് പഴയ പോലെ മാറ്റമൊന്നുമില്ല. ഇനി ഫോക്കസ് നോക്കാം. ഫോക്കസ് √3 into 1 -0/2 √3/2. ഇനി 1 plus √3 into 0/2 1/2. നമ്മുടെ XY കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഫോക്കസ് ആണിത്. √3/2, 1/2. ഇനി ഫൈനലി ഡയറക്ട്രിക്സ് x dash equal to -1. നിങ്ങൾക്കറിയാം x dash is equal to ഫോർമുല ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ. x dash is equal to x cos theta plus y sin theta. y dash equal to -x sin theta plus y cos theta. x cos theta plus y sin theta. എനിക്കിപ്പോ ഇയാളെ മാത്രം മതി. x dash is equal to x into cos 30 degree √3/2 plus y sin 30 degree 1/2. That is √3x plus y by 2. അതാണ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. √3x plus y by 2 equal to -1. ഇയാളെ ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3x plus y equal to -2. ഇതാണ് നിങ്ങളുടെ ഡയറക്ട്രിക്സ്. √3x plus y equal to -2 ആണ് നിങ്ങളുടെ ഡയറക്ട്രിക്സ്. വെർട്ടെക്സ്, ഫോക്കസ്, ഡയറക്ട്രിക്സ് എല്ലാം കിട്ടി. ഇവിടത്തെ ജോലി നിങ്ങൾ മറന്നു പോകരുത്. XY കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ളത് x dash y dash ഉള്ളതിനെ XY കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റിയാൽ മാത്രമേ ഫൈനൽ ആൻസർ ആവത്തുള്ളൂ. അല്ലാതെ ഫൈനൽ ആൻസർ ആവില്ല.
ഇവിടെ സത്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? പാരബോളയുടെ ഇനീഷ്യൽ ആയിട്ടുള്ള കാര്യം വരെ ഓർമ്മ വരണം. ഇപ്പൊ പലർക്കും എന്താണ് ഇക്വേഷൻ കാണുമ്പോൾ പാരബോള തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാത്തോണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്. ഈ സെക്ഷൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പാരബോളയുടെ തുടക്കം മുതൽ മീൻസ് ആദ്യത്തെ കോണിക് സെക്ഷന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ളത് ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് പ്രശ്നം.